മൂഴിക്കലിലെ ആ വലിയ വീടിന്റെ അകത്തളങ്ങളിൽ അന്ന് രാത്രി പതിയിരുന്നത് മരണത്തിന്റെ തണുപ്പായിരുന്നു. നസ്രീനയുടെ ദാരുണാന്ത്യവും കൊലയാളി എന്ന് സംശയിക്കുന്ന അദ്നാന്റെ വിചിത്രമായ ആത്മഹത്യയും കേരളക്കരയെ ഞെട്ടിച്ചത് കേവലം ഒരു കൊലപാതകം എന്ന വാർത്ത എന്നതിലുപരി അതിനു പിന്നിലെ നിഗൂഢതകൾ കൊണ്ടാണ്. പറഞ്ഞു വരുന്നത് ഡോക്ടർ ആവാൻ കുതിച്ച ഒരു 16-കാരിയായ പെൺകുട്ടി നസ്രീനയുടെ കൊലപാതകമാണ്. മലബാറിലെ അറിയപ്പെടുന്ന വ്യവസായിയുടെ പേരമക്കളായ നസ്രീനയ്ക്കും അദ്നാനുമിടയിൽ വൈരാഗ്യം ശക്തിപ്പെട്ടിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. പഠിക്കാൻ മൂഴിക്കലിലെ വീട്ടിൽ കൊണ്ടു നിർത്തിയതായിരുന്നു അദ്നാനെ. പലതവണയായി ആ വീട്ടിൽ നിന്ന് അദ്നാൻ പണമെടുത്തിരുന്നു. അത് പുറത്തു പറഞ്ഞതും അദ്നാൻ അവിടെ നിൽക്കുന്നതിനെ എതിർത്തതും നസ്രീനയാണ്. തുടർന്ന് അദ്നാനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. അതിന്റെ പകയാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നാണ് കരുതുന്നത്. വീടിന്റെ പിൻവശത്തെ മതിൽ കടന്ന് അദ്നാൻ എത്തുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. വീടിന്റെ പുറകിലെ കുളിമുറിയിൽ ഒളിച്ചിരുന്ന ശേഷം തുറന്നുകിടുന്ന വാതിലിലൂടെയാണ് ഇയാൾ അകത്തു കടന്നത്. ഈ സമയം നസ്രീന, റംസീന, നസ്രീനയുടെ സഹോദരങ്ങളായ ഇഷാം, നൈമ, റംസീനയുടെ മാതാവ് സഫിയ എന്നിവരും വിരുന്നു വന്ന ബന്ധുക്കളും വീടിന്റെ മുൻവശത്തായിരുന്നു. ഇവർ രാത്രി 12:30 മടങ്ങി. രാത്രി 1 മണിയോടെ മുകളിലെ മുറിയിൽ ഉറങ്ങാനെത്തിയ നസ്രീനയെ അവിടെയുണ്ടായിരുന്ന ലെഗിൻസ് പാന്റ് ഉപയോഗിച്ച് കഴുത്തു ഞെരിച്ചും മൂക്കും വായും പൊത്തി ശ്വാസം മുട്ടിച്ചുമാണ് അദ്നാൻ കൊലപ്പെടുത്തിയത്. കൊലയ്ക്ക് ശേഷം ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൊലയ്ക്ക് ശേഷം അദ്നാൻ ഉമ്മുമ്മ സഫി കിടക്കുന്ന മുറിയിൽ എത്തിയത് എന്തിന്? അവിടെ താക്കോൽ എടുക്കാൻ ശ്രമിച്ചത് വീണ്ടും ഒരു മോഷണ ശ്രമം നടത്താൻ ശ്രമിച്ചതിന്റെ തെളിവായി സംശയിക്കുന്നു. അതുപോലെ കൊലയ്ക്ക് ശേഷവും ഏറെ നേരം അദ്നാൻ അവിടെ പല മുറികളിലും പോയിട്ടുണ്ട്. 2 മുറികളിൽ AC പ്രവർത്തിപ്പിച്ചത് അദ്നാനാണ് എന്നാണ് സംശയിക്കുന്നത്. കൂടാതെ അദ്നാൻ ആത്മഹത്യക്ക് തിരഞ്ഞെടുത്ത മാർഗവും അസാധാരണമാണ്. പ്ലാസ്റ്റർ മൂക്കും വായയും കണ്ണും മൂടുന്ന രീതിയിൽ തലയ്ക്ക് ചുറ്റും വരിഞ്ഞൊട്ടിച്ചു. ഇങ്ങനെ ചെയ്താൽ ശ്വാസതടസ്സം ഉണ്ടാകുമ്പോൾ തനിയെ ഇതെല്ലാം വലിച്ചു കളയില്ലേ എന്ന സംശയമാണ് പലർക്കും. എന്നാൽ പശ കൂടുതലുള്ള ഈ പാക്കിംഗ് സ്റ്റിക്കർ പെട്ടെന്ന് പറിച്ചെടുക്കാനാകില്ല എന്ന വിദഗ്ധർ പറയുന്നു. കൊലയ്ക്ക് ശേഷം ഫോണുകൾ കിണറ്റിൽ കിട്ടിയതാണ് ദുരൂഹത ഉണർത്തുന്ന മറ്റൊരു കാര്യം. പ്രതി മരിച്ചതിനു ശേഷം ഫോണുകൾ എങ്ങനെ കിണറ്റിലെത്തി എന്ന ചോദ്യം ഈ കേസിൽ നിഗൂഢത ഉണർത്തുന്നു. ആരെങ്കിലും അത് അവിടെ കൊണ്ട് ഇട്ടതാണോ? ഇത് മൂന്നാമതൊരാൾ എന്ന സാധ്യതയാണ് ഉണർത്തുന്നത്. കിണറ്റിൽ നിന്നും മുറിയിൽ നിന്നും ലഭിച്ച ഫോണുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കെ ഫോണിലെ വിവരങ്ങൾ വീണ്ടെടുക്കുന്നതോടെ ഒരു കൊലപാതകം, പിന്നാലെ ദുരൂഹമായൊരു മരണം, ഈ കൊലപാതകത്തിലെ കറുത്ത സത്യങ്ങൾ എന്നിവ ഇനി പുറംലോകം അറിയും.